ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി വരുന്നു. ഈ വാർത്ത സുമയുടെ ദുരിതം പുറത്തുവിട്ടത് 24 ആയിരുന്നു. ഷഫീദായിരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഷഫീദ്, ഇപ്പോൾ ഈ സഹോദരന്റെ പരാതിയിൽ കേസെടുത്തിരിക്കുന്ന ഒരു നിയമ നടപടികളിലേക്ക് IPC വകുപ്പടക്കം ചുമത്തി ഒരു ഒഫൻസ് എന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങുന്നു. അപ്പോഴും ഇത് സങ്കീർണമാക്കുന്നു. നമുക്കറിയാവുന്നതാണ്, അർച്ചനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയപ്പോൾ ആ കത്രിക മെഡിക്കൽ കോളേജിൻ്റെതാണെന്ന് സ്ഥിരീകരിക്കാനെടുത്ത സമയം, കാലതാമസം നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിഷയത്തിലാണെങ്കിൽ നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് അതിന്റെ വിശദീകരണം നൽകിയതാണ്. ആ ഗൈഡ് വയർ വലിയ പ്രശ്നക്കാരനല്ലാത്ത വയറാണെന്നാണ് അവർ വിശദീകരണം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു മെഡിക്കൽ ഒപ്പീനിയൻ എടുക്കുമ്പോൾ അത് സ്വാഭാവികമായും സുമയ്ക്ക് അനുകൂലമാകാൻ സാധ്യത കുറവല്ലേ, നേരത്തെ തന്നെ അന്വേഷണം നടത്തിയ കേസായതുകൊണ്ട്? സുഹേൽ, പൂർണ്ണ അർത്ഥത്തിൽ നമുക്കത് പറയാൻ കഴിയില്ല. കാരണം ഇവിടുത്തെ മെഡിക്കൽ നെഗ്ലിജൻസ് രോഗിക്കുണ്ടാക്കിയ ബുദ്ധിമുട്ട് എന്നതിനപ്പുറത്തേക്ക് ഇത് മറച്ചുവെക്കാൻ, അതായത് ഗുരുതരമായിട്ടൊരു കൃത്യവിലോപം മറച്ചുവെക്കാൻ ഇടപെടൽ നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങൾ ആരോഗ്യവകുപ്പിന്റെ കഴിഞ്ഞ ദിവസത്തെ വിശദീകരണം തന്നെ വ്യക്തമാണ്. 2023 മാർച്ച് മാസമാണ് സുമയ്യ തിരുവനന്തപുരം ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തി അവരുടെ ഈ തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയ നടത്തുന്നത്. ആ സമയത്ത് 8 ദിവസം ഇവർ ICUവിൽ പ്രവേശിച്ചിരുന്നു. ഇവരുടെ സോഡിയം അളവടക്കമുള്ള കാര്യങ്ങളെ ബാധിച്ചുകൊണ്ട് ICUവിൽ പ്രവേശിച്ചിരുന്നു. ശേഷം ഇവരുടെ രോഗം ഭേദപ്പെട്ടതോടെ തിരികെ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അതിനുശേഷം ഇത് കണ്ടെത്തുന്ന 2 വർഷക്കാലം സുമയ്യ നിരന്തരം ഇതേ ആശുപത്രിയിൽ ചികിത്സ തേടി. സ്വാഭാവികമായും ഇവരുടെ നീക്കം ചെയ്ത തൈറോയ്ഡ് ഗ്രന്ഥി പബ്ലിക് ലാബിൽ അയച്ചപ്പോൾ അവിടെ ക്യാൻസറസ് ആണ് എന്നുള്ള കാര്യം കണ്ടെത്തുകയും അതിനകത്ത് ക്യാൻസറസ് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുകയും അതിനുശേഷം മറ്റ് ആരോഗ്യാവസ്ഥയിലേക്ക് ഇവർ പോവുകയും ചെയ്തു. പക്ഷേ സ്വാഭാവികമായും ചോദ്യം ഉയരുന്നത് ഇവർക്ക് ഗുരുതരമായിട്ടുള്ള ശ്വാസതടസ്സവും അതേപോലെ തന്നെ കഫമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. എന്നിട്ടും ഈ ഡോക്ടറെടുത്ത് രാജീവ് കുമാറിനടുത്ത് ചികിത്സ തേടുമ്പോഴൊക്കെ അദ്ദേഹം മറ്റു ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഒടുവിൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ഇവർ ആദ്യം പരിശോധന നടത്തുമ്പോഴാണ്, ഒരു എക്സ്റേ നടത്തുമ്പോൾ സിവിയറായി ശ്വാസമുട്ടൽ കൂടി ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് ഇവിടെ ഈ പറയുന്ന ഗൈഡ് ട്യൂബ് എന്ന് പറയപ്പെടുന്ന സംവിധാനം ഇവിടെയുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നത്, നെഞ്ചിലുണ്ട് എന്ന് കണ്ടെത്തുന്നത്. അതിനുശേഷം വീണ്ടും ഇവരുടെ ചികിത്സയുടെ ഭാഗമായി രണ്ടാമതൊരു എക്സ്റേ കൂടി എടുത്തപ്പോൾ അത് ഉറപ്പിക്കുന്നു. ശേഷം രാജീവ് കുമാറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ അദ്ദേഹം ഈ വീഴ്ച സംഭവിക്കുന്ന ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. അത് ഈ സബീർ എന്ന് പറയപ്പെടുന്ന സുമയ്യയുടെ സഹോദരനുമായി ഡോക്ടർ രാജീവ് കുമാർ സംസാരിക്കുന്ന ശബ്ദരേഖ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. സ്വാഭാവികമായും അതിനകത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അതിന് നമുക്കൊരു പിഴവ് പറ്റിയിട്ടുണ്ട്, പക്ഷേ അത് താനല്ല തന്റെ യൂണിറ്റിലെ ആരോ ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഡോക്ടർ തന്നെ ഒരു തരത്തിൽ ആ വീഴ്ച സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഇത് വിവാദമായതിനു ശേഷം നമ്മൾ ഈ വാർത്ത കൊടുത്തതിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് ഒരു കാര്യം വ്യക്തമാക്കുന്നത്. അതായത് ഈ പരാതിയൊക്കെ വരുന്നതിന് മുൻപ് ഞങ്ങൾ പരിശോധന ആരംഭിച്ചു, പക്ഷെ അതിന് എന്താ അധികാരികത ചോദ്യത്തിന് ഇനി നമുക്ക് ഉത്തരമില്ല. മാത്രമല്ല അതിൽ തന്നെ പറയുന്ന കാര്യം, ഇവർ പിന്നീട് ഈ പരാതിക്ക് മുൻപേ പരിശോധന നടത്തിയ പരിശോധനയിൽ ഇത് ഉറപ്പിച്ചു, ഇങ്ങനൊരു സാധനമുണ്ട്, അതല്ലെങ്കിൽ 50 സെന്റിമീറ്റർ നീളമുള്ള ഈ ഗൈഡ് ട്യൂബ് ഇവരുടെ ഉള്ളിലുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഹാനികരമാകുന്ന ഒന്നല്ല എന്ന് ശ്രീചിത്ര ആശുപത്രി റിപ്പോർട്ട് നൽകിയെന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. അത് വിദഗ്ധ സമിതി ഒരു കൺക്ലൂഷനായിട്ടോ അല്ലെങ്കിൽ വിദഗ്ധ സമിതി അത് അവരുടെ ഫൈനൽ റിപ്പോർട്ടായിട്ടോ ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരോടക്കം വീണ്ടും സുമയ്യ ഈ വിഷയത്തിൽ റഫർ ചെയ്തിരുന്നു, അവർ പോയി കണ്ടിരുന്നു, ചികിത്സ തേടിയിരുന്നു. അപ്പോൾ അവരും പറയുന്നു, ശ്രീചിത്രയിലും അവരുടെ ആദ്യ റിപ്പോർട്ടിലടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇത് രക്തക്കുഴലിനോട് ചേർന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുക എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളിലാണ് സംശയമുള്ളത്. ഏതായാലും ഈ സുമയ്യയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ സുമയ്യയ്ക്ക് അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ തന്നെ അവരുടെ ആരോഗ്യാവസ്ഥ വളരെ മോശമാണ്. കാരണം 5 അടി ഒന്ന് നടന്നാൽ അവർ വീഴ്ച വീഴുന്ന, സ്ഥിരമായ എല്ലാ രാത്രികളിലും അവർക്ക് ശ്വാസമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി ഇതിനകത്ത് വളരെ വിദഗ്ധമായിട്ടുള്ള പരിശോധന നടത്തണം. അത് ഇനി വിദഗ്ധ സമിതിക്ക് മുൻപിൽ പരാതി എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മിനിഞ്ഞാന്നോടുകൂടി ഈ വിഷയത്തിൽ ആരോഗ്യവകുപ്പിന് മുൻപിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ മുമ്പിൽ പരാതിയുണ്ട്. ഈ പരാതിയിലെടുക്കുന്ന തുടർ നീക്കങ്ങൾ നിർണായകമാകും. ആർക്കെങ്കിലും വീഴ്ച പറ്റുമോ എന്ന് പരിശോധിക്കാൻ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണം. എങ്ങനെയാണ് ആ വയർ അല്ലെങ്കിൽ ആ ട്യൂബ് നെഞ്ചിലേക്ക് എത്തിയത്, അത് ഏതെങ്കിലും തരത്തിൽ ഹാനികരമാകുന്ന കാര്യമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. ഏതായാലും ഈ വിഷയത്തിലെ പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലും സുമയ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലുമാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ ഒരു കേസെടുത്തിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ തന്നെ ചുമത്തിയിട്ടുമുണ്ട്.